ഹലോ, റസി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജമീലയും ഖദീജയും ചെറുപ്പം മുതലേ നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയിരിക്കെ അവർ തമ്മിൽ ഒരിക്കൽ പിണങ്ങാനിടയായി. ആ പിണക്കങ്ങൾ ഒരുപാട് കാലം നീണ്ടുനിന്നു. 10-20 വർഷത്തോളം അവർ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അങ്ങനെയിരിക്കെ ജമീല രോഗബാധിതയായി കിടപ്പിലായി. അവളുടെ മനസ്സിൽ എന്തോ ഭാരം അലട്ടുന്നതായി അവൾക്ക് തോന്നി. അവൾ ആ ഭാരം ഇറക്കി വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. ബാല്യകാല സുഹൃത്തായ ഖദീജയെ അവൾ വിളിച്ച് മാപ്പ് പറയുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഖദീജ ജമീലയെ കാണാൻ എത്തി. പിണക്കങ്ങളെല്ലാം മറന്ന് അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ ഖദീജ തിരികെ പോകാനൊരുങ്ങുമ്പോൾ ജമീല ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: എൻ്റെ ഈ രോഗം മാറുകയാണെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞതും ഇത്ര നേരം സംസാരിച്ചതും എല്ലാത്തിനും പ്രസക്തി ഉണ്ടാവില്ല എന്ന് അവൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. പകയും ദേഷ്യവും കൊണ്ട് നടക്കുന്നത് നല്ലതല്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അത് ചെയ്യുന്നു. എന്തിനാണിത്? ആരോടെങ്കിലും ഉള്ള പകയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ മനസ്സിലിട്ട് നടക്കാതെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയാലെങ്കിലും തീർക്കുക. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ഓരോ ദിവസവും നെഗറ്റീവ് ചിന്തയിലൂടെ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. പകയോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ലാതെ നല്ലൊരു ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.